അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 17/5/2024 അർ-റിസ്ഖ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശമാണ് ഇവിടെ പറയുന്നത്. നാം റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കണം. റബ്ബിന് തഖ്വ ചെയ്യൽ നമ്മുടെ റിസ്ഖിന് കാരണമാകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുന്നവനും ശക്തനും പ്രതാപിയുമാണ്. റസ്സാഖ് എന്നത് അല്ലാഹുവിൻ്റെ ശ്രേഷ്ഠ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. വിശിഷ്ട വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുന്നവർക്കും അവിശ്വസിക്കുന്നവർക്കുമൊക്കെ റിസ്ഖ് നൽകുന്നവനാണ്. മുഴുവൻ സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കും അവൻ റിസ്ഖ് നൽകും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും റിസ്ഖ് അല്ലാഹുവിൻ്റെ മേലിലാണ്. റബ്ബിൻ്റെ ഔദാര്യവും കാരുണ്യവുമാണത്. അവൻ ഏറ്റെടുക്കുകയാണ് മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും റിസ്ഖ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖലഖല്ലാഹു കുല്ല നഫ്സിൻ വകതബ ഹയാതഹാ വറിസ്ഖഹാ. അല്ലാഹു എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു. അവകളുടെ ജീവനും റിസ്ഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുകയും ചെയ്തു. ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായ റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഹിതിച്ചു നൽകുകയാണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും. നാം അവർക്കിടയിൽ അവരുടെ ജീവിത ഉപാധിയെ ഞാൻ നിശ്ചയിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിജ്ഞാനം അനുസരിച്ച് ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായത് ആവശ്യാനുസരണം നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ചില റിസ്ഖുകൾ തടഞ്ഞു വെക്കും. എല്ലാവർക്കും എല്ലാം അവൻ നൽകുകയില്ല. അത് റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. നാം അതിൽ വിശ്വസിക്കുകയും അവൻ്റെ മേലിൽ തവക്കുലാക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ റിസ്ഖ് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും ആശ്വാസവും ഉണ്ടാകും. മഹാന്മാരിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, അലിംതു അന്ന റിസ്ഖി ലാ യഖുദുഹു ഗൈരി ഫത്മഅന്നത് നഫ്സി. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എൻ്റെ റിസ്ഖ് എനിക്ക് തന്നെ എത്തും, അത് മറ്റൊരാളും പിടിച്ചെടുക്കുകയില്ല. ആ വിശ്വാസം എനിക്കുണ്ടായപ്പോൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേലിൽ നമ്മൾ ബലമേൽപ്പിച്ചാൽ, തവക്കുലാക്കിയാൽ നമുക്ക് ആവശ്യമായ റിസ്ഖ് അവൻ നൽകിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നാം നമ്മുടെ റിസ്ഖിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും വേണം. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും വേണം. അപ്പോൾ ആ റിസ്ഖ് അവൻ വിശാലമാക്കി തരികയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖുർആൻ പറയുന്നു, ഫല്ലലല്ലാഹു ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ്. മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും അല്ലാഹു ഒരേ രൂപത്തിലല്ല റിസ്ഖ് നൽകുന്നത്. ചിലർക്കു മറ്റു ചിലരേക്കാൾ അവൻ കൂടുതലായി കൊണ്ട് നൽകുന്നുണ്ട്. എല്ലാവർക്കുമുള്ള റിസ്ഖ് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൈകാര്യം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തൗഫ അഖ്സാ റിസ്ഖഹാ. ഒരു മനുഷ്യനും മരണപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കണക്കാക്കിയ ആ അവസാനത്തെ റിസ്ഖും അവനിലേക്ക് എത്തിയിട്ടൊഴികെ. വ ഇൻ അബ്തഅ അൻഹാ. ഒരൽപ്പം വൈകി എന്ന് വന്നേക്കാം, എന്നാലും അവരവർക്ക് കണക്കാക്കിയത് അവന് എത്തുക തന്നെ ചെയ്യും. ഫയാ അയ്യുഹന്നാസ് തഖുല്ലാഹ വ അജ്മിലു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വ അജ്മിലു ഫി ത്വലബ്. നിങ്ങൾ നിങ്ങളുടെ റിസ്ഖ് ഏറ്റവും മാന്യമായ രീതിയിൽ അന്വേഷിക്കുക. വലാ യഹ്മിലന്ന അഹദുക്കും ഇസ്തിബ്താഅ റിസ്ഖിഹി ഐ യഖ്റുജ ഇലാ മാ ഹറമല്ലാഹു അലൈഹി.
ഒരാൾക്ക് റിസ്ക് അല്പം വൈകിപ്പോയി എന്ന കാരണം കൊണ്ട് അവൻ ഹറാമിലേക്ക് ഒരിക്കലും നീങ്ങിപ്പോകരുത്. ഫഇന്നഹു ലാ യുദ്റകു മാ ഇൻദല്ലാഹി ഇല്ലാ ബിത്വാഅത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയത് ലഭിക്കണമെങ്കിൽ നാം എപ്പോഴും അള്ളാഹുവിന് അനുസരിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അള്ളാഹു നൽകിയ റിസ്ക് എന്ന് പറയുന്നത് സാമ്പത്തികമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമല്ല. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാം അവനിൽ നിന്നുള്ള ഔദാര്യമാണ്. അതിൽ നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നമുക്ക് അള്ളാഹുവിൽ ഈമാനുണ്ട്. അത് അവൻ നൽകിയ റിസ്ക്കാണ്. നമ്മുടെ ആരോഗ്യവും ആഫിയത്തും റിസ്ക്കാണ്. ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഒരിക്കൽ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം അവരുടെ ജീവിത പ്രയാസങ്ങളും ക്ലേശങ്ങളുമൊക്കെ ആ മഹാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തോട് ആ മഹാനുഭാവൻ തിരിച്ചു ചോദിച്ചു, അയസുറുക ബിബസരിക അല്ലദീ തുബ്സിറുഹു ബിഹി 100,000 ദിർഹം. നീ ഇപ്പോൾ കാണാൻ ഉപയോഗിക്കുന്ന നിന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിന് പകരം ഞാൻ 1,00,000 ദിർഹം തന്നാൽ നീ തൃപ്തിപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. മഹാനുഭാവൻ പിന്നെയും ചോദിച്ചു, ഫബിയദൈക 100,000. നിന്റെ 2 കരങ്ങൾക്ക് പകരമായി ഞാൻ 1,00,000 ദിർഹം തന്നാൽ നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അപ്പോഴും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട് ആ മഹാനുഭാവൻ പറഞ്ഞു, അറാ ഇൻദക മിആത്തുൽ ഉലൂഫ്. ഞാൻ നിന്റെ അടുക്കൽ എത്രയോ ലക്ഷോപലക്ഷങ്ങൾ ഉള്ളതായി കാണുന്നു. വ അൻത തഷ്കുൽ ഹാജ. പിന്നെയും നീ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞു നടക്കുകയാണോ എന്ന്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവും വിവരവും നൽകി. അത് റിസ്ക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരോഗതി നൽകി. അതും റിസ്ക്കാണ്. നല്ല സ്വഭാവം അതും അല്ലാഹു തആല നൽകിയ റിസ്ക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല ഖസമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസമ ബൈനക്കും അർസാഖക്കും. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങൾക്കിടയിൽ അവൻ വിഹിതിച്ചു തന്നു. നിങ്ങളുടെ റിസ്ഖിനെ അവൻ നിങ്ങൾക്കിടയിൽ വിഹിതിച്ചു തന്നതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ തന്നു. ആ ഇണകൾക്കിടയിൽ സ്നേഹത്തെയും ഇഷ്ടത്തെയും തന്നു. സന്താനങ്ങളെ തന്നു. അതൊക്കെ അല്ലാഹുവിന്റെ റിസ്ഖാണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ നൽകി. ആ ഇണകൾക്കിടയിൽ അവൻ സ്നേഹത്തെയും നൽകി. ആ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും ഒക്കെ നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമുക്ക് ബുദ്ധിയും തൻ്റെ ഇടവുമൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ല ഒരു ഭരണകൂടത്തെ അല്ലാഹു തആല നമുക്ക് നൽകി. സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്തെ നൽകി. നമുക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യവും അവൻ നമ്മുടെ നാട്ടിൽ ഒരുക്കി തന്നു. ഇതൊക്കെ അല്ലാഹു തആല നൽകിയ റിസ്ഖാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജിസ്മിഹി ഇൻദഹു തആമു യൗമിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയ. ഒരാൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി കിടന്നിറങ്ങാനുള്ള കിടപ്പാടം ഉണ്ടായി. അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവുമുണ്ടായി. അന്നത്തെ ക്ഷുത്തടക്കാനുള്ള വകയും അവനിലുണ്ടെങ്കിൽ അവൻ ഈ ലോകവും മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും വഴിപ്പെടേണ്ടവരെ വഴിപ്പെടുകയും ചെയ്യുന്നു. അത് അനുഗ്രഹമാണ്. ജനങ്ങൾക്കിടയിൽ സ്നേഹത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും നാം പെരുമാറുന്നു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ഖാണ് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു ചെയ്തു വന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നാം എപ്പോഴും നന്ദിയുള്ളവരാകണം. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർധനവ് നൽകിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ റിസ്ഖിൽ വിശാലത വേണം. നമുക്കത് കൂടുതലായിക്കൊണ്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി. ഖുർആൻ പറയുന്നത് അങ്ങനെയാണല്ലോ.
അള്ളാഹു ഈ ഭൂമിയെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു. ഈ ഭൂമിയുടെ ഉയർച്ച താഴ്ചകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിത വൃത്തികൾ നിങ്ങൾ കണ്ടെത്തണം എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. നാം റിസ്ക് തേടുമ്പോൾ നമുക്ക് അനുവദനീയമായത്, ഹലാലായത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നാം എപ്പോഴും റിസ്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. മഹാനായ ഈസ നബി അലൈഹിസ്സലാം വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ റിസ്ക് നൽകണമേ, നീയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ഇൻദല്ലാഹി അർറിസ്ഖ് ഫഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ, നമ്മുടെ റിസ്ക് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, നമ്മുടെ മടക്കവും അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനോട് നാം എപ്പോഴും റിസ്ക് ചോദിക്കണം. അള്ളാഹുവെ ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി തരണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.